ഇപ്പം നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. പുതിയൊരു ചാപ്റ്ററിൻ്റെ റിവിഷനാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ട്രിഗ്നോമെട്രി, ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ത്രികോണമിതി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. റൈറ്റ് ട്രയാങ്കിൾ നമുക്കറിയാലോ. റൈറ്റ് ട്രയാങ്കിൾ അതായത് മട്ടത്രികോണം. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആംഗിള്, ഒരു കോണ് 90 ഡിഗ്രി 90 ഡിഗ്രി ആകുമ്പോഴാണ് അതൊരു മട്ടത്രികോണം, റൈറ്റ് ട്രയാങ്കിൾ ആകുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു ആ ഒരു ത്രികോണത്തിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം ത്രികോണത്തിൻ്റെ ഈ ട്രയാങ്കിൾസിൻ്റെ 3 ആംഗിൾസ് ഉണ്ടല്ലോ. അതിൽ ഒരെണ്ണം എന്താണെങ്കിലും നമുക്കറിയാം 90 ഡിഗ്രി ആയിരിക്കും എന്നറിയാം. പിന്നെ ഉള്ള 2 ആംഗിൾ, അപ്പം അവിടെ 2 റേഷ്യോ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ സപ്പോസ് ഓക്കെ, നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുകയാണ്. ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ ഞാൻ ആംഗിള് ഇവിടെ 45 ആണെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ എത്രയായിരിക്കും? ഇത് നമുക്കറിയാം 90 ആയിരിക്കും എന്നറിയാം. അതായത് പെർപെൻഡിക്കുലർ, ലംബമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇതും 45 ആയിരിക്കും. അപ്പോൾ ഈ 2 ആംഗിൾസ് 45 ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ 2 സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഈ 2 സൈഡുകൾ തുല്യമായിരിക്കും. ഇതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ. 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു കോണളവിൽ വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. 45:45:45:90 ഡിഗ്രി എന്ന് പറയുന്നു. ഇനി ഈ 45 ഇവിടെ ഇത് ആണെങ്കിൽ, ഇപ്പം ഇവിടെ നമുക്കറിയാം ഇത് രണ്ടും ഒരുപോലെയുള്ള സൈഡാണെന്നറിയാം. സപ്പോസ് ഈ സൈഡ്, ഈ ഒരു വശം നമ്മൾ 1 എന്ന് കൊടുത്താൽ ഇതും എത്രയായിരിക്കും? ഇതും 1 ആയിരിക്കൂലേ? അപ്പം ഇതും രണ്ടുപേരും 1 ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇത് നമുക്കറിയാം പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്താണ്? നമ്മൾ പൈതഗോറസ് തിയറം പഠിക്കുന്നത് ABC എന്ന് പേര് കൊടുത്താൽ AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ, ചെറിയ 2 സൈഡുകളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ നമുക്ക് വലിയ സൈഡിൻ്റെ സ്ക്വയർ കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് √2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ആംഗിൾസ് എങ്ങനെ, സൈഡ്സ് എന്താ വരുന്നത്? വശങ്ങൾ 1:1:√2 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഇവിടെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി ഇവിടെ നോക്കേണ്ടത്, ഇനി ഇവിടെ ഇതാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇത് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ നമ്മളിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിരിക്കുകയാണ്. 45 ഡിഗ്രിന്ന് ഒരു സൈഡ്, ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ബാക്കിയുള്ളത് കറക്റ്റായിട്ട്, ബാക്കിയുള്ള ആംഗിളും ഒരെണ്ണം 45ഉം ഒരെണ്ണം 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ 1ന് പകരം ഇവിടെ 5 ആണെങ്കിലോ, ഇവിടെ 5 ആണെങ്കിൽ ഇതെന്താണ്? ഇതും 5 ആയിരിക്കും. ഇതോ 5√2 ആയിരിക്കും. അതായത് നമ്മൾ ഇവിടെ എക്സ് ആണെങ്കിൽ x√2 ആയിരിക്കും നമ്മളുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ വന്നു. ഇവിടെ ഏതാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4√2 എന്ന് ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡ്, ഈ ഒരു നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ്, അതായത് കർണം, നീളം കൂടിയ സൈഡ്, അത് നമുക്ക് √2 ഇല്ലാതെ തന്നാൽ, ഇപ്പം √2 ആണെങ്കിലോ, ബാക്കിയുള്ള സൈഡുകൾ നമുക്കറിയാം ഈ 4 ആണ് വേണ്ടത് എന്നറിയാം. 4√2 ഇല്ലെങ്കിൽ, 4 ആണ് തരുന്നതെങ്കിൽ നമ്മൾ ഓർക്കുക ഈ x√2 പകരമാണ് നമുക്ക് 4 തന്നിരിക്കുന്നത്. x√2 = 4 ആണ്. അപ്പോൾ ഇവിടെ x എങ്ങനെ കണ്ടുപിടിക്കുന്നത്? x = 4/√2 ആയിരിക്കും എന്ന് ഓർക്കുക. x = 4/√2, അതായത് √2 എക്സിൻ്റെ കൂടെ കിടക്കുന്ന √2 എടുത്ത് എന്ത് ചെയ്തു? ഇതിൻ്റെ
ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ 4ൻ്റെ അടിയിലേക്ക് എഴുതി √2 എന്ന് വന്നു. 4/√2. ഇനി നമ്മളിവിടെ √2, ഈ √2 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറാണ്. ആ നമ്പർ താഴെ അങ്ങനെ ഇടാറില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് √2 താഴെ നിന്ന് മാറ്റണം. √2 അല്ലാതെ വേറെ ഏത് നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല. √2 അല്ലാന്ന് വെച്ചാൽ റാഷണൽ അല്ലാത്ത വേറെ നമ്പർ, റാഷണൽ നമ്പർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ താഴെ √2 ഉണ്ട്. അപ്പോൾ 4/√2 ആണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴത്തെ √2 മാറാൻ ഈ സെയിം നമ്പർ കൊണ്ട് തന്നെ താഴെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അതേ നമ്പർ തന്നെ മുകളിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. 4/√2 ഇൻറ്റു √2/√2. അപ്പോൾ 4√2 എന്ന് വരും. 4√2/2 എന്ന് വരും. ഇനി എന്താണ്? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. ഇപ്പോൾ മുകളിൽ കണ്ടില്ലേ 4ഉം ഇവിടെ ഒരു 2 ആണ്. ഇവരെ രണ്ടുപേരെയും ഒന്ന് ക്യാൻസലാക്കുക. ഇവിടെ 1 ആൻസർ വരും, ഇവിടെ √2 എന്ന ആൻസർ വരും. അപ്പോൾ ഇതാണ് ആ ഒരു രീതി വരുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇവിടെ സൈന്, കോസ്, ടാനും കൂടെ നോക്കാം. ഇവിടെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ = ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ് ആയിരിക്കും. അതായത് എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ്, അല്ലെങ്കിൽ എന്താണ്? എതിർവശം ബൈ സമീപവശം. കോസ് ആണെങ്കിലോ കോസ് = അഡ്ജസൻറ്റ്, adjacent ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. ഇത് എന്താണ്? ഓപ്പോസിറ്റ്, എതിർവശം ബൈ കർണമാണ് കേട്ടോ, എതിർവശം ബൈ കർണം. ഓക്കെ. ഹൈപ്പോട്ടനൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താണ്? എതിർവശം ബൈ കർണമാണ് സൈന്. കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം. ഈ ടാൻ ആണെങ്കിലോ ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അതായത് എതിർവശം ബൈ സമീപവശം. ഓക്കെ, ഇതാണ് ഇതാക്കുന്നത്. ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കണം. ഇവിടെ സൈൻ 45 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൈൻ എന്താണ്? ഇവിടെ സൈനാണ്. ഇവിടെ സൈനും കോസും ഒരുപോലെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ രണ്ടും 45 തന്നെയാണ്. അപ്പോൾ ഇവിടെ സൈൻ 45 എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1. അപ്പോൾ 1/√2 ആണ്. അത് തന്നെയാണ് എന്ത്? കോസ് 45 വരുന്നത്. രണ്ടും സെയിം ആണ്. ഇനി ടാൻ 45 ഒന്നായിരിക്കും. ടാൻ 45 എന്ന് പറയുമ്പോൾ അതായത് ടാൻ 45 1/1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇതും കൂടെ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഇതിപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ 45, 90 ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഇതെന്താണ്? ഇതിപ്പോൾ 60 ഡിഗ്രി ആണെങ്കിൽ, ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60ഉം 30ഉം 30 ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന്? ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ റേഷ്യോ വരുന്നത് ആദ്യം 30:60:90 ആയിരിക്കും. അതായത് വശങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത്, സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ കേസിൽ പറഞ്ഞാൽ x ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ എക്സിന് വരാം. അതായത് √3ക്ക് എതിർവശം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ 90ക്ക് എതിർവശം എന്തായിരിക്കും? 5ൻ്റെ ഇരട്ടിയായിരിക്കും. ചെറുതിൻ്റെ ഇരട്ടിയായിരിക്കും. ചെറിയ സൈഡിൻ്റെ, സ്മോൾ സൈഡിൻ്റെ ഡബിളായിരിക്കും ലാർജർ ആയിട്ടുള്ള സൈഡ് എന്ന് ഓർക്കുക. വലിയ വശം എന്ന് പറയുന്നത് ചെറിയ വശത്തിൻ്റെ ഇരട്ടിയായിരിക്കും. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 10 ആയിരിക്കും. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 20 ആയിരിക്കും. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും. അപ്പോൾ 60ൻ്റെ എത്രയുള്ള സൈഡോ? ഇപ്പോൾ ഇവിടെ എന്താണോ ഉള്ളത് അവൻ്റെ കൂടെ ഒരു √3 ഇട്ട് കൊടുക്കുക. അതാണ് ഇവിടെ വരുന്നത്. അതായത് സ്മോൾ സൈഡിൻ്റെ കൂടെ ആരാണോ ഉള്ളത് അവൻ്റെ കൂടെ ഒരു √3 ഇട്ട് കൊടുക്കുക. 5 ആണെങ്കിൽ 5/5 √3
2 × 5. 2 × 5 എത്രയാ? 10. ഇവിടെ 4 ആണെങ്കിലോ 4 √ 3 8. ഇവിടെ ഈ വലിയ സൈഡ് 8 വലിയ സൈഡ് 12 എന്ന് തന്നാലോ ചെറിയ സൈഡ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ 6 √ 3 ആയിരിക്കും ഇടയിലുള്ള സൈഡ്. ഇനി ഇടയിലുള്ള സൈഡ് എന്ന് പറയുന്നത് 3 എന്ന് തന്നാൽ 3 എന്ന് തന്നു, ബാക്കി രണ്ട് സൈഡുകളും തന്നിട്ടില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ് √3 ആണ് നമുക്ക് 3 ആയിട്ട് എടുക്കേണ്ടത്. എക്സ് √3 = 3. എക്സ് = 3/√3. നമുക്കറിയാം 3 എന്ന് പറഞ്ഞാൽ എന്താ? √3 × √3 ആണ് 3 /√3. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയി. ആൻസർ √3 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു √3 വേണം. ഇവിടെ 2 × √3. √3യുടെ ഇരട്ടി ആണ് വേണ്ടത്. ഓക്കെ, 2 × √3. √3യുടെ ഇരട്ടിയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ √3യുടെ കൂടെ ആരാളുള്ളത്? 1 ആണ്. 1ൻ്റെ ഇരട്ടി എന്ന് ഓർക്കുക. 2 ആണ് 1ൻ്റെ ഇരട്ടി. അപ്പോൾ 2 √3 എന്ന് എഴുതും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സൈനും കോസും ടാനും ഉപയോഗിച്ചാൽ ഇവിടെ ഈ 5 ഇവിടുത്തെ റേഷ്യോ ആദ്യം എഴുതി വെക്കുക. 30ൻ്റെ എതിരെ 1, ഇവിടെ √3, ഇവിടെ 2. സൈൻ 30 = സൈൻ 30 ഇതാണ്. 30ൻ്റെ എതിർട്ടിയാണ് കിടക്കുന്ന ആരാണ്? 1 ഹൈപ്പോട്ടനസ് കാരണം എത്രയാ? 2. ഇനി കോസ് 30 = √3/2. ടാൻ 30 അത് മക്കൾ നോക്കിയാൽ മതി കേട്ടോ എങ്ങനെയാണ് വരുന്നതെന്ന്. ടാൻ 30 എന്ന് പറയുന്നത് അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. 1/√3 എതിർവശം ബൈ സമീപവശം. ഇനി ടാൻ കഴിഞ്ഞു, കോസ് കഴിഞ്ഞു, കഴിഞ്ഞു. ഇനി 30ൻ്റെ കഴിഞ്ഞു. ഇനി 60 ആണ് വേണ്ടത്. സൈൻ 60 = ഇനി 60ൻ്റെ എതിരെ കിടക്കുന്നത് √3 ആണ് വരുന്നത്. √3/2. ഇനി കോസ് 30യോ കോസ് 60യോ? കോസ് 60 = 1/2. കോസ് എന്ന് പറയുമ്പോൾ സമീപം ബൈ കർണം. സമീപ 60യുടെ സമീപത്താര 1. ഇനി ഹൈപ്പോട്ടനസ് 2 ആയിരിക്കും. ഇനി ഇവിടെ ടാനും കൂടെ കണ്ടുപിടിക്കാം. ടാൻ 60യോ? ടാൻ 60 എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. √3/2 / 1/2. ആ 2 ൻ്റെ കൂടെ ക്യാൻസൽ ആയിപ്പോയാൽ ലാസ്റ്റ് √3 ആൻസർ കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മൊത്തം. ഇനി എന്താണ് ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മേൽക്കോണ്. ഒരാളിവിടെ നിന്നിട്ട് ഈ ടവറിൻ്റെ മുകളിലുള്ള ആളെ നോക്കുന്നു. ടവർ ഇതാണ് ടവർ. ടവറിനെ തന്നെ നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ടവറിന് ഇവിടുന്ന് മുകളിലേക്ക് നോക്കുന്നു. മുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇതാണ് ടവറിൻ്റെ നേരെ ഉള്ളത്. ആ ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ഓർ ആംഗിൾ ഓഫ് മേൽക്കോണ് എന്ന് പറയുന്നത്. ഇനി ഈ മുകളിൽ നിൽക്കുന്ന ആൾ നേരെ തിരിച്ച് താഴോട്ട് നോക്കണം. അപ്പോൾ ആ മുകളിൽ നിൽക്കുന്ന ആൾ നേരെ നോക്കുന്നത് എങ്ങനെയാണ്? നേരെ ഇങ്ങനെ നോക്കുന്നു. അതാണ് ഹൊറിസോണ്ടൽ ലൈന്, അയാളുടെ നേരെയുള്ള ലൈന്. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു ആളെ നോക്കുവാണെങ്കിലോ അവിടെ നിന്ന് നേരെ താഴോട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ഇതാണ് വരുന്നത് എന്താണ്? കീഴ്ക്കോണ് എന്ന് വരും. കീഴ്ക്കോണ്. നമ്മൾ നേരെ നോക്കുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഒരു സാധനം ഇങ്ങനെ നോക്കുന്നു. ഇപ്പം മുകളിൽ നിൽക്കുവാണെങ്കിൽ മുകളിലാണ് നിൽക്കുന്നത്. മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നു. ഇത് മുകളിലോട്ട് താഴോട്ട് നോക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു ആംഗിളാണ്
ഇനി ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ആൻഡ് ന്യൂമറിക്കൽ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ എച്ച് സൈഡ്? ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവും ഒരേ സംഖ്യയാണ്. വശത്തിൻ്റെ നീളം എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സമചതുരം ഇവിടെ നോക്കുക. സമചതുരത്തിൻ്റെ ചുറ്റളവ്. ഇപ്പോൾ സമചതുരം ആയതുകൊണ്ട് എന്താണ്, എല്ലാ സൈഡും ഈക്വലാണ്. എ എ എ എ. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ എന്താ, ഈ 4A അല്ലേ, 4A തമ്മിൽ കൂട്ടുന്നു. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ആൻസർ വശത്തിൻ്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആൻസർ കണ്ടുപിടിക്കണം. 4A ആണ് എൻ്റെ ചുറ്റളവ്. 4A ഈക്വൽ ടു ഇതിൻ്റെ ചുറ്റളവ് എന്താണ്, അതായത് പെരിമീറ്റർ ആണ് ചുറ്റളവ്. പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റളവ് ഈക്വൽ ടു 4 × A ആണ്. അതുപോലെ ഏരിയ ഈസ് പരപ്പളവ്. പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്, A × A ഈക്വൽ ടു A സ്ക്വയർ. 4A ഈക്വൽ ടു A സ്ക്വയർ. ഇവിടെ ഒരു A ഉണ്ട്, ഇവിടെ ഒരു A ഉണ്ട്. രണ്ടുപേരും ഒരെണ്ണം ക്യാൻസലാക്കി കളഞ്ഞാൽ A ഈക്വൽ ടു 4 എന്ന് സൈഡ് കിട്ടും. ഇനി വികരണത്തിൻ്റെ നീളമാണ് രണ്ടാമത്തെ പറഞ്ഞത്. വികരണം എന്ന് പറഞ്ഞാൽ എന്താ, ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂലയിൽ നിന്ന് ഈ ഒരു മൂലയിലേക്ക് വരയ്ക്കുന്ന ലെങ്ത്. ഇവിടുന്ന് ഈ വരയ്ക്കുന്ന ഈ ഒരു ലെങ്താണ് ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം. ഇത് എത്രയാണ്, ഇത് 4 ആണ്, ഇത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 4√2 ആയിരിക്കും. അപ്പം ഇത് ആൻസർ എത്രയാണ്, 4√2 ആയിരിക്കും. ഇനി അനൈസോസിലസ് ട്രയാങ്കിൾ എവിടെ എടുത്ത് വെച്ചേക്കാണ്, ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചേക്കുക. ടോപ്പ് ഓഫ് എ സ്ക്വയർ ആണ് വെച്ചേക്കുന്നത്. ഒരു സമവർഷ മട്ടത്രികോണം ഒരു സമചതുരാകൃതിയിലുള്ള ഒരു ഫ്രെയിമിൻ്റെ ചിത്രത്തിൽ കാണുന്ന പോലെ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സമപാർശ്വ മട്ടത്രികോണമാണ് ഈ മുകളിൽ. സമപാർശ്വം എന്ന് പറഞ്ഞാൽ എന്താ, ഈ സൈഡും തുല്യമായിരിക്കും. മട്ടത്രികോണമായതുകൊണ്ട് ഇതാണ് നമ്മുടെ കർണം. ഇതാണ് ലംബവശങ്ങൾ, അതായത് പെർപെൻഡിക്കുലർ സൈഡ്. ഇത് ഹൈപ്പോട്ടനസും. അപ്പോൾ ഇതിൻ്റെ സമചതുരത്തിൻ്റെ അതായത് ഈ സ്ക്വയറിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, A × A. ഇപ്പം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ 4A ആണ് ഇത്. 4A ഈക്വൽ ടു 40 എന്ന് കിട്ടിയാൽ A എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40 ÷ 4 ഈക്വൽ ടു 10. ഇവിടെ A ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഈ സൈഡും ഒക്കെ 10 ആണ് വരുന്നത്. ഇനി എന്താണ്, നമുക്ക് ഇനി അടുത്ത കണ്ടുപിടിക്കുന്നത് ലംബവശങ്ങളുടെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാം ഇവിടെ ഏതാണ് വരുന്നത്, റേഷ്യോ വരുന്നത് 45:90. അപ്പോൾ ഇവിടെ 45 90 എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 45 എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്, ഈക്വൽ സൈഡ്സ്. 45ൻ്റെ എതിരെയുള്ള സൈഡ്സാണ് ലംബവശങ്ങൾ എന്ന് പറയുന്നത്, പെർപെൻഡിക്കുലർ സൈഡ്. ഇപ്പോൾ ഇവിടെ എന്താണ്, x√2 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്താണ്, x√2ന് പകരമാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 10 കിട്ടിയിരിക്കുന്നത്. x√2 ഈക്വൽ ടു 10. x ഈക്വൽ ടു ഈ √2ന് എന്ത് ചെയ്യും, ഈ 10ൻ്റെ അടിയിലേക്ക് പോയി ഡിവൈഡ് ചെയ്യും. x/10/√2. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ √2 അവിടുന്ന് മാറ്റുക. അപ്പോൾ ഇവിടെ ഒരു √2 കൊണ്ട് ഗുണിക്കുക, ഇവിടെ ഒരു √2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ 10√2/2 എന്നാവും. 5/√2 എന്ന ആൻസർ വരും. അതായത് 10/√2 × √2 × √2. ഇവിടെ എന്താ, 10√2/2 എന്ന് വരും. 10√2/2 അത് 10. ഇത് പറ്റുവാണെങ്കിൽ 10/2 5 ആണെന്നറിയില്ല, 10/2 5 ആണെന്നറിയാലോ, 10ൻ്റെ പകുതി. അതും കൂടെ എഴുതിയിട്ട് കൊടുക്കുക. എന്നിട്ട് A സ്ക്വയർ ഇവിടെ ഇതേപോലെ തന്നെ A സ്ക്വയർ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. ഒരു 12 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ ചേർത്ത് മറ്റൊരു സമചതുരം വരച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സമചതുരം വരുന്നത്, രണ്ടാമത്തെ സമചതുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 12 ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 12 ആണ്. ഇപ്പോൾ ഇത് 12 ആണെങ്കിൽ ഇതാണ് മധ്യബിന്ദു. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും, ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയായിരിക്കും, മധ്യബിന്ദുവാണ് ഇത് മധ്യബിന്ദുവാണ്. ഇപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ
ഈ 12ൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെ എത്രയായിരിക്കും? ഇതെല്ലാം അത് തന്നെയായിരിക്കും വരുന്നത്. ഇവിടെ തൊട്ട് ഇവിടം വരെ 12ൻ്റെ പകുതി 6 എന്ന് വരും. ഇത് 6, ഇതും 6, ഇതും 6, ഇതും 6 അങ്ങനെ വരും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 6. ഇങ്ങനെ നമുക്ക് ആ ഒരു ഇത് കിട്ടിയാലേ ഇവിടെ 45 ആണ് വരുന്നത്. ഇത് 45 ആണ് വരുന്നത്. ഇത് എന്താണ്? ഈ സെയിം ഇതാണ്. ഇത് 6ഉം ഇത് 6ഉം ആണെങ്കിൽ ഇതെന്തായിരിക്കും? 6√2. ഭാഗത്തെ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6√2 ആയിരിക്കും. 6√2 ആണ്. ഇനി അകത്തെ സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ബി പരപ്പളവ്. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. പരപ്പളവ് ഓർ ഏരിയ. ഏരിയ എങ്ങനെ കാണുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു സമചതുരമായതുകൊണ്ട് എന്താണ്? എ സ്ക്വയർ ആണ് ഏരിയ. ഈക്വൽ ടു എ എന്താണ് ഇവിടെ? ഇവിടെ എ 6√2. ഇവിടെ എ, ഇവിടുത്തെ എ ഇതാണ് രണ്ടാമത്തെ നമ്മൾ കാണേണ്ടത്. ഇത് 6√2. ഇതും എന്താവും? 6√2. ഇതും 6√2 അങ്ങനെയാവും. അപ്പോൾ 6√2 ഇൻറ്റു 6√2. 6 ഇൻറ്റു 6 36. 36 ഇൻറ്റു 2 72 എന്ന ആൻസർ വരും. 72 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. ഒരു സമഭുജ ത്രികോണമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു സമഭുജ ത്രികോണം. ഇതാണ് ഒരു സമഭുജ ത്രികോണം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സമഭുജ ത്രികോണത്തിൻ്റെ, അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതാണ് സമഭുജ ത്രികോണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഒരു സൈഡല്ല പറഞ്ഞേക്കുന്നത്, പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പെരിമീറ്റർ ഈ 3 സൈഡും, ഇപ്പോൾ ഇവിടെ സപ്പോസ് ഇത് എയും ആണെങ്കിൽ ഈ എ എത്രയാണ്? 3A ആണ്. 3Aയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 12 കിട്ടിയേക്കുന്നത്. ഇപ്പോൾ എ എത്രയായിരിക്കും? 12/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും. അപ്പോൾ എ വശത്തിൻ്റെ നീളം എത്രയാണ്? സൈഡിൻ്റെ ലെങ്ത് എ ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ത്രികോണത്തിൻ്റെ ഉന്നതി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ത്രികോണത്തിൻ്റെ ഉന്നതി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് നേരെ താഴേക്ക് വരയ്ക്കുന്ന ആ ഒരു ലെങ്ത്, അതാണ് ഉന്നതി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ചെറിയൊരു സ്മോൾ മട്ടത്രികോണം, അതായത് റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയില്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് നേരെ പെർപെൻഡിക്കുലർ അല്ലേ? ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് എത്രയായിരിക്കും? ഇത് നമുക്കറിയാം 60 ആയിരിക്കും. ഇപ്പോൾ ഉറപ്പായിട്ട് ഇത് 30 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? എ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? എ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 4 ആണെങ്കിൽ നീളം കൂടിയ വശം 4 ആണ്, നീളം കുറഞ്ഞ വശം 2 ആയിരിക്കുമല്ലോ. നമുക്കറിയാമല്ലോ 2 കിട്ടുമെന്ന്. അപ്പോൾ ഉന്നതി എത്രയായിരിക്കും കിട്ടുന്നത്? ബി എ ഉന്നതി ഈസ് ഈക്വൽ ടു ഹൈറ്റ്. അതായത് ഉന്നതി ഈസ് ഈക്വൽ ടു ഹൈറ്റ് എന്ന് പറയില്ലേ? എൻ്റെ ത്രികോണത്തിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണിത്. നീളമുള്ള കുത്തനെ നിൽക്കുന്നതാണ് ഹൈറ്റ്, അത് തന്നെയാണ് ഓൾട്ടിറ്റ്യൂഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടു സ്മോൾ സൈഡിൻ്റെ കൂടെ ആരെ കൊടുക്കണം? √3 സ്മോൾ സൈഡിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ ചെയ്യാൻ. അടുത്തത് ഇതേപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ബി എ സി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ആംഗിൾ ബി കണ്ടോ? ഇതാണ് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. എന്താണ്? ബി സി ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. ഇത് 1 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ എ ബി? അതായത് എ ബിയുടെ നീളം എത്രയാണ്? എ ബിയുടെ നീളം എത്രയാണ്? ഇത് 1 ആണെങ്കിൽ ഇത് ഏറ്റവും ചെറിയ സൈഡാണ്. ഇത് ഏതാണ്? ആംഗിൾസിൻ്റെ റേഷ്യോ വരുന്നത് 30, 60, 90. ചെറിയ സൈഡ് 1 ആണെങ്കിൽ ഏറ്റവും വലിയ സൈഡ് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഇത് 2 ആയിരിക്കും. ഇതിൻ്റെ ഇടയിലുള്ള സൈഡോ? √3. ഇപ്പോൾ എ ബിയുടെ നീളം നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് തന്നെ എല്ലാം 2 ആൻസർ കിട്ടി അല്ലേ? എ ബി ഈസ് ഈക്വൽ ടു √3 ആൻഡ് എ സി ഈസ് ഈക്വൽ ടു 2.
2. AC is equal to 2. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? സമചതുരത്തിൻ്റെ ABCDയുടെ പരപ്പളവ്, സമചതുര ABCDയുടെ പരപ്പളവ്. ഇപ്പോൾ സി ക്വസ്റ്റ്യന് എ ബി സി എഫ്. സി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് എത്രയാണ്? 2 ഇൻറ്റു 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഇതേപോലെ തന്നെയുള്ള ഒരു ഇതാണ് സാമാന്ത്രികത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 100 മീറ്റർ അകലെ നിന്ന് നോക്കുമ്പോൾ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണ് കാണുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? എ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ടു ഈസ് ഒബ്സർവ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബിൽഡിംഗ് ഫ്രം ദ ഫിക്സഡ് പോയിന്റ് ഈസ് 100 മീറ്റർ. അപ്പോൾ അതായത് ഇവിടെ ഒരു കെട്ടിടം നിൽക്കുവാണ്. എന്നിട്ട് ഈ കെട്ടിടത്തിന് എന്ത് ചെയ്തു നോക്കുക? 100 മീറ്റർ അകലെ നിന്നും, അതായത് 100 മീറ്റർ ഒരു ഫിക്സഡ് പോയിന്റ്. പക്ഷേ ഈ ഒരു കെട്ടിടവുമായിട്ട് എത്രയാണ്? ഫിക്സഡ് പോയിന്റ് 100 മീറ്റർ അകലെയാണ്. 100 മീറ്റർ അകലെയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് നോക്കുന്നു. ഓക്കെ, ഇങ്ങനെ നോക്കുവാണ്. ഇനി എന്താണ്? നോക്കിയപ്പോഴത്തേക്കിന് അവിടെയുള്ള ആംഗിൾ എന്താണ്? നോക്കുമ്പോൾ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. ഇത് എത്രയാണ്? 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഇവിടെ 60 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. ചിത്രം വരച്ചു. ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. ചിത്രം നമ്മൾ ആ കൂടെ തന്നെ ചിത്രം വരച്ചിരിക്കുന്നു. അപ്പോൾ ഇത് പേരും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ABC എന്ന് കൊടുക്കുക. ഇനി എന്താ? കെട്ടിടത്തിൻ്റെ ഉയരം AB ആണ് ഉയരം കാണുന്നത്. ഇവിടെയും നമുക്ക് ഇത് കണ്ടില്ലേ? 30:60:90 എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. അപ്പം 100 സ്മോൾ സൈഡ് 100 ആണെങ്കിൽ ലാർജസ്റ്റ് സൈഡ് എത്രയായിരിക്കും? 100ൻ്റെ ഇരട്ടി 200. നമുക്ക് അവനാണോ വേണ്ടേ? അല്ല, അവനല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് കെട്ടിടത്തിൻ്റെ ഉയരമാണ്. അവനാണ് AB ആണ് കെട്ടിടത്തിൻ്റെ ഉയരം. AB is equal to 100ൻ്റെ കൂടെ ആരെ കൊടുക്കണം? √3 കൂടി കൊടുക്കുന്നു. ഇതാണ് AB, കെട്ടിടത്തിൻ്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഡ്രോ റഫ് ഡയഗ്രാം ഓഫ് റൈറ്റ് ആംഗിൾഡ് ഇൻ വിച്ച് ദ സൈൻ മെഷേർഡ് ദ അക്യൂട്ട് ആംഗിൾ ഈസ് ഹാഫ്. അതായത് ഒരു ചെറിയ കോണിൻ്റെ സൈൻ അളവ് ആവുന്ന വിധത്തിൽ, പടത്രികോണം ഏകദേശം ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സൈൻ്റെ എന്താണ് പറഞ്ഞേക്കുന്നത്? സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സൈൻ 1/2 തന്നിട്ടുണ്ട്. ഇപ്പോൾ സൈൻ എത്താണ്? സൈൻ എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ ഇതെന്താണ്? ഇത് എതിർവശമാണ് 1. ഇതാണ് കർണം. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എതിർവശം ബൈ കർണം. അപ്പോൾ കർണം രണ്ടും ഇത് എതിർവശം എത്രയാണ്? 1. ഇപ്പം എതിർവശം എന്ന് പറയുന്നത് 1 കർണം 2 ആണെങ്കിൽ അത് ഏത് ഇതാണ്? സൈൻ 30 ആയിരിക്കും അല്ലേ? സൈൻ 30 ആണ് 1/2 എന്ന് വരുന്നത്, എതിർവശം ബൈ കർണം. അപ്പോൾ എതിർവശം ഏതാണ്? ഇവിടെ ഇപ്പോൾ അപ്പോൾ ഇവിടെ 1/2 എന്ന് കൊടുത്താൽ ഇവിടെ ഇപ്പോൾ ഇതാണ് നമ്മൾ 30 ആയിട്ട് എടുത്താൽ 30യുടെ എതിർവശം എത്രയാണ്? 1, ഇത് 2 ആയിട്ട് കൊടുക്കുക.
ഇങ്ങനെ ഒരു റഫ് ഫിഗർ വരയ്ക്കാൻ പറഞ്ഞത്. ഈ ചെറിയ കോണിൻ്റെ എതിരെയുള്ള വശം 12 ആയാൽ ചെറിയ കോണിൻ്റെ എതിരെയുള്ള വശം ഇപ്പോൾ 1 പകരം എന്തായി? ഇപ്പം നമ്മൾ അറിയാം 30:60:90 ഡിഗ്രി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. എൻ്റെ ഇവിടെ 30ൻ്റെ എതിരെ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 60ൻ്റെ എതിരായിരിക്കും 12 കൂടെ ഒരു √3 കൊടുക്കുന്നു. മറ്റേ സൈഡോ 12ൻ്റെ ഇരട്ടി 24. അപ്പോൾ നമ്മുടെ മറ്റ് വശങ്ങൾ ഏതൊക്കെയാണ്? 12 √3 √3 24. ഓക്കെ. ഈ വീഡിയോ ഇത് ഇത്രയും ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ.